ഓക്കെ, നമ്മൾ ഇന്ന് കുറച്ച് തിയറി പാർട്ടിലേക്ക് കൂടെ പോകാൻ പോവാണ്. കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ ഇത് മാൻമെയ്ഡ് തന്നെയാണ്. നമ്മുടെ അക്കൗണ്ടിങ് അതായത് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ട്സ് പ്രൊഫഷണൽസ് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള എ സെറ്റ് ഓഫ് റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയും. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ട് വ്യക്തികളാണ്. അവർക്കിടയിൽ അവരെ രണ്ടും വേർതിരിക്കുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ അവിടെയുണ്ട്. ഒരിക്കലും ബിസിനസ്സിനെയും ബിസിനസ്സുകാരനെയും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ബിസിനസ് വേറൊരാള്, അതിന്റെ ഓണർ വേറൊരാള്, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ജേണൽ ആണെങ്കിലും ലെഡ്ജർ ആണെങ്കിലും ഏത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താലും ഓണറുടെ പെർസ്പെക്റ്റീവിലല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെയോ ആ ബിസിനസിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ഇതിന്റെ കോർ കൺസെപ്റ്റ്. അതായത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ കോർ മാറ്റർ എന്ന് പറയുന്നത് അതാണ്. ബിസിനസ്സും ബിസിനസ്സുകാരനും രണ്ട് വ്യക്തികളാണ്. നമ്മൾ ഒരിക്കലും ബിസിനസ്സുകാരന്റെ കണക്കല്ല എഴുതുന്നത്, പിന്നെയോ ബിസിനസിന്റെ കണക്കാണ്. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ്സിലേക്ക് എത്ര രൂപ വന്നു, ബിസിനസ്സിൽ നിന്ന് എത്ര രൂപ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് ഡിസ്റ്റിങ്ഷൻ ഫ്രം ദ ഓണർ. ഓണറിന്റെ അടുത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് എവിടെയുണ്ട്, ആർക്കുണ്ട്, ബിസിനസ്സിനുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ, അല്ലാതെ ഓണറുടെ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഒന്നും നമ്മൾ എവിടെ എഴുതത്തില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ എഴുതത്തില്ല. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പെൻസസ്, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, അങ്ങനെയുള്ള അയാളുടെ അല്ലെങ്കിൽ ആ ഒരു ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മൾ എവിടെ കാണിക്കത്തില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ കാണിക്കത്തില്ല. നമ്മൾ ബിസിനസ് എന്ത് പർച്ചേസ് ചെയ്തു, ബിസിനസ് എന്ത് സെയിൽ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാറുള്ളൂ, നമ്മൾ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആരുടെ ഡീറ്റെയിൽസ് ആണ്, ബിസിനസിന്റെ ആണ്, നോട്ട് ദി ഓണർ. അപ്പൊ അതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ടു ദ ബിസിനസ്. അതായത് നമ്മുടെ ഈ ബിസിനസിന്റെ ഓണർ ഉണ്ടല്ലോ, അയാളൊരു ക്രെഡിറ്റർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇത് ബിസിനസ് ആണ്, ഇത് ബിസിനസ്, ഇത് ക്രെഡിറ്റർ ആണ്, ഇത് ഓണർ ആണ്. ഇവർ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് ആണ്, ബിസിനസ്സും ഓണറും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവർ രണ്ടുപേരും ഒന്നല്ല, ഇവർ രണ്ടുപേരും രണ്ടാണ്. അപ്പം ഈ ഓണർ എന്ത് ചെയ്യും? ഓണർ ആദ്യം എന്തുവാ ചെയ്യുന്നത്? ഈ ഒരു ബിസിനസ്സിലേക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. ശരിയല്ലേ? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പൈസ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആരാ ഇത് കൊടുക്കുന്നത്? ഓണർ ആർക്ക് കൊടുക്കുന്നു? ബിസിനസിന് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അതായത് ഓണർ അയാളുടെ പേഴ്സണൽ ഫണ്ട് ആർക്ക് കൊടുക്കുന്നു? ബിസിനസിന് കൊടുക്കുന്നു. അപ്പൊ ബിസിനസ് അത് വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് അത് തിരിച്ചയക്ക് എന്തായിട്ട് ഓണർക്ക് എന്ത് കൊടുക്കും? പ്രോഫിറ്റ് കൊടുക്കും. മനസ്സിലായോ? ആ സർക്കിൾ മനസ്സിലായോ? രണ്ട് സെപ്പറേറ്റ് വ്യക്തികളാണ്. ഇവിടെ ആദ്യം എന്ത് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്? ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓണർ ബിസിനസിന് എന്ത് കൊടുക്കും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം രണ്ട് വ്യക്തികളാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓണർ വേറൊരാള്, ബിസിനസ് വേറൊരാൾ. അപ്പൊ ഓണർ ബിസിനസിന് പൈസ കൊടുക്കുക എന്ന് പറയുമ്പം ബിസിനസ് എന്താ ഇവിടെ സംഭവിച്ചത്? ബിസിനസ് ഓണറിന്റെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഓണർ ബിസിനസിന് പൈസ കടം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഓണർ ആരാണ്? ക്രെഡിറ്റർ ആണ്. ആരാണ്? ഓണർ ബിസിനസിന്റെ ക്രെഡിറ്റർ ആണ്. ആരാ ക്രെഡിറ്റർ? ആരാ? നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കാനുള്ള ആൾക്കാരല്ലേ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്? ബിസിനസ് ആണ്. നമ്മൾ ബിസിനസിന്റെ അക്കൗണ്ട്സ് ആണ് എഴുതുന്നത്, നമ്മൾ ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ് ഓണർ ബിസിനസിന് കുറച്ച് പൈസ തന്നു. അപ്പൊ ബിസിനസ് അത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് ബിസിനസ് ഓണർ ആരാണ്? ബിസിനസിന്റെ ക്രെഡിറ്റർ. ഓക്കെ ആണോ? അല്ലെങ്കിൽ ലൈബിലിറ്റി. തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് അത് ബിസിനസിന്റെ ലൈബിലിറ്റി ആണ്. അപ്പൊ എന്തായിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത്? പ്രോഫിറ്റ് ആയിട്ട്. അപ്പൊ ഓണർ ക്യാപിറ്റൽ കൊടുക്കും, ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു തരും. വീണ്ടും ഓണർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ് അത് വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്ത് തിരിച്ചെന്തായിട്ട് കൊടുക്കും? പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതൊരു സർക്കിൾ ആണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളിപ്പോ വിചാരിക്കുക അതെങ്ങനെ രണ്ടുപേരാവുന്നത്? ഓണറുടെ കാശ് കൊണ്ട് ബിസിനസ് ചെയ്യുന്നു, ഓണർ അല്ലേ ബിസിനസ് ചെയ്യുന്നു, അപ്പൊ ഓണർ ബിസിനസ് ഒന്നല്ലേ? പക്ഷേ അല്ല, അത് നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണെങ്കിലും അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് കൺസെപ്റ്റിലാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ ബേസിലാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് രണ്ട് വ്യക്തികളായിട്ടേ കാണാൻ പാടുള്ളൂ. അതൊരു അസംഷൻ ആണ്.
അതായത് നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ടും രണ്ട് വ്യക്തികൾ തന്നെയാണ്. ബിസിനസ് ക്യാപിറ്റൽ, ഒരു വ്യക്തി ഒരു ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ എന്താ അക്കൗണ്ട്സ് പരമായിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ഇയാൾ ഈ ഒരു വ്യക്തി ബിസിനസ്സിന് കുറച്ച് പൈസ കടം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഓണർ ആരാണ്? ക്രെഡിറ്റർ ആണ്. കാരണം ബിസിനസ് അത് തിരിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ എന്തായിട്ട് കൊടുക്കണം? പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പം ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ടു ദ ബിസിനസ്. അപ്പൊ ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ്, ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ്. കോർ പോയിന്റ്സ് മാത്രമേ ഞാൻ ഇപ്പൊ എഴുതിയിട്ടുള്ളൂ. ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓണറും ബിസിനസ്സും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഓണറുടെ പെർസ്പെക്റ്റീവിലല്ല, പിന്നെ ബിസിനസിന്റെ പെർസ്പെക്റ്റീവിലാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഓണറുടെ ഒരു തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. അയാളുടെ എക്സ്പെൻസുകൾ, അയാളുടെ ഫുഡ്, ക്ലോത്തിങ്, ഇതൊന്നും നമ്മൾ എഴുതത്തില്ല. അതുപോലെ തന്നെ ഓണർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ടു ദ ബിസിനസ്. എങ്ങനെയാണ് ഓണർ ക്രെഡിറ്റർ ആയെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓണർ ബിസിനസിന് പൈസ കൊടുക്കുകയാണ് ചെയ്തത്, ബിസിനസ് അത് തിരിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അതൊരു ലൈബിലിറ്റി ആയതുകൊണ്ട് ഓണർ ക്രെഡിറ്റർ ആണ്. എന്തായിട്ടാ കൊടുക്കുന്നത്? പ്രോഫിറ്റ് ആയിട്ട്. അപ്പം ആദ്യത്തെ പ്രിൻസിപ്പിൾ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അപ്പൊ എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്? മണി എന്താണ്? ഒരു കോമൺ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ യൂണിറ്റ് ആണ് മണി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ എടുക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എടുക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് മണി വാല്യൂവിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ എടുക്കാറുള്ളൂ? നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എടുക്കാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് സെയിൽ നടന്നു, 1000 രൂപ റെന്റ് കൊടുത്തു, 10000 രൂപ വേജസ് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ ട്രാൻസാക്ഷൻ മണിയിൽ, പൈസയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ആ ട്രാൻസാക്ഷൻസ് മാത്രമാണ് എവിടെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. മനസ്സിലായി? അതായത് ക്വാണ്ടിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ ഏതെടുക്കത്തില്ല? ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് എടുക്കത്തില്ല. ക്വാളിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് മണിയിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ പൈസയ്ക്ക് നമുക്ക് അളക്കാൻ കഴിയാത്ത ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും എവിടെ എടുക്കത്തില്ല? ബിസിനസ്സിൽ എടുക്കത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഓഫീസറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ ആണെന്ന് വെച്ചോ. അപ്പൊ സൂപ്പർവൈസറിന് നമുക്ക് സാലറി കൊടുക്കും, അയാൾക്ക് 15,000 നമ്മൾ സാലറി കൊടുക്കുമെന്ന് വെച്ചു. അപ്പൊ ഈ സാലറി നമുക്ക് 15,000-ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് ബുക്സിൽ റെക്കോർഡ് ചെയ്യും. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ, ഈ ഒരു സൂപ്പർവൈസറുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല? റെക്കോർഡ് ചെയ്യത്തില്ല. കാരണം ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൂപ്പർവൈസർക്ക് ഇത്ര രൂപയുടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത്ര രൂപയുടെ എഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ദേ ആർ ക്വാളിറ്റേറ്റീവ് നേച്ചർ ആണ്. അത് നമുക്ക് അതിനെയൊന്നും പൈസയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എഫിഷ്യൻസി, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് നേച്ചറുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എവിടെ എടുക്കത്തില്ല? നമ്മുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കത്തില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ട്സ്. അത്രയേ ഉള്ളൂ. അടുത്ത കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് എമൗണ്ട് അല്ലെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് നമ്മൾ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്താലും അതിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ ബില്ല് കിട്ടാറില്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബില്ലിന്റെ ഒരു കോപ്പി, സെയിം കോപ്പി ആരുടെ കയ്യിലും ഉണ്ട്, ഈ ഒരു ബിസിനസ് ആ ഷോപ്പിൽ അവർ കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ട്രാൻസാക്ഷൻ, നമ്മൾ ഇത്ര രൂപ അവിടെ നിന്ന് വാങ്ങിച്ച ആ ട്രാൻസാക്ഷൻ അവരുടെ ബുക്സിൽ എടുത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അവർ ആ ബില്ലും കൂടെ അതിന് സപ്പോർട്ടീവായിട്ട്, അതായത് ഇതിന്റെ തെളിവായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവായിട്ട് അവർ ആ ബില്ലും കൂടെ അതിന്റെ കൂട്ടത്തിൽ കാണിക്കും. അപ്പം നമ്മൾ അക്കൗണ്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര രൂപ നമ്മൾ അല്ലെങ്കിൽ 1 രൂപ നമ്മൾ എഴുതിയാലും അതിന്റെ കണക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ 1 രൂപ അവിടെ വന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിൽസ്, വൗച്ചേഴ്സ്, ഇതൊക്കെ. അപ്പൊ അതൊക്കെ എന്താ? സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പം ഏതൊരു എമൗണ്ട് നമ്മൾ എഴുതിയാലും നമ്മൾ അവിടെ എന്ത് കാണിച്ചിരിക്കണം? അവിടെ ഒരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ് നമ്മൾ കാണിച്ചിരിക്കണം. ഏത് ദിവസം ഏത് സമയത്താണ് ഈ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ തീർച്ചയായിട്ടും കാണിച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഫ്രീ ഫ്രം ബയാസ്. ബയാസ് എന്ന് വെച്ചാൽ നമ്മുടെ ചുമ്മാ ഒരു എമൗണ്ട് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ആ ട്രാൻസാക്ഷൻ എന്തുകൊണ്ട് അത്രയും രൂപയായി എന്നുള്ളതിന്റെ ആ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, നമ്മുടെ ഈ കമ്പനിയിലൊക്കെ എല്ലാ വർഷങ്ങളും ഓഡിറ്റ് നടത്താറുണ്ട്.
ഓഡിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റീവ് അതോറിറ്റി വന്നിട്ട് ഈ കമ്പനിയുടെ ബുക്സ് ഒക്കെ പരിശോധിക്കും, ഇവർ എഴുതിയിരിക്കുന്ന കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കൊരു അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കമ്പനി ജെനുവിൻ ആണ് അല്ലെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എന്ന് കമ്പനിക്ക് ഈ ഒരാൾക്ക് ഓഡിറ്റർക്ക് തോന്നണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം? സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ്, അതായത് ബിൽസ്. സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ബിൽസ്, വൗച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിശ്വാസയോഗ്യമാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഫ്രീ ഫ്രം ബയസ്. നമുക്കൊരു വിശ്വസത തോന്നണം ആ ഒരു അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുക? സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റിലൂടെ പറയുന്നത്. അടുത്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം അത് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നടക്കാനിരിക്കുന്ന ഫ്യൂച്ചറിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യത്തില്ല? നമ്മുടെ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി വാങ്ങിക്കാനായിട്ട് പോവാണ്. ഈ മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ബുക്സിൽ പർച്ചേസ്ഡ് മെഷീനറി ഫോർ 2 lakh എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതിന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ പോയിട്ട് പർച്ചേസ്ഡ് മെഷീനറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണിക്കാൻ പറ്റത്തില്ല. അതായത് കഴിഞ്ഞ ഒരു കാര്യം, നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ്? ഹിസ്റ്ററി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഹിസ്റ്ററിയാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ ബിസിനസ്സിൽ നമ്മളത് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ വാങ്ങിച്ച സമയത്ത് ഉണ്ടാകുന്ന ആ കോസ്റ്റ് മാത്രമേ, അതായത് വാങ്ങിച്ച സമയത്ത് നമ്മൾ എത്ര രൂപ അതിന് കൊടുത്തു, അന്ന് വെച്ചാൽ എത്രാം തീയതി നമ്മളത് വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതിന്റെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്. നമ്മുടെ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളും ഹിസ്റ്റോറിക്കൽ നേച്ചർ ആണ്, അതായത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ 10 മിനിറ്റ് മുന്നേ സംഭവിച്ചതാണെങ്കിലും അത് കഴിഞ്ഞു, ആ ഒരു ഇവന്റ് കഴിഞ്ഞല്ലോ. ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഹിസ്റ്ററിയാണ്. അപ്പൊ ആ ഇവന്റിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പൊ അതാണ് ഈ ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഇറ്റ് റെക്കോർഡ്സ് ദോസ് ട്രാൻസാക്ഷൻ ആക്ച്വലി ടേക്കൻ പ്ലേസ്. അത് സംഭവിച്ചു കഴിഞ്ഞ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. സംഭവിച്ചു കഴിഞ്ഞാന്ന് പറയുമ്പോൾ അത് ഹിസ്റ്ററി ആയി. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആണ് കോസ്റ്റ് കൺസെപ്റ്റ്. ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ബുക്സ് അറ്റ് ദെയർ ഒറിജിനൽ പ്രൈസ്. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റിന്റെ മാറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്താലും നമ്മൾ ബുക്സിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണമല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിന്റെ ഒറിജിനൽ പ്രൈസ്, അതായത് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിങ് അസറ്റ് നമ്മൾ എത്ര രൂപ കൊടുത്താണോ അത് വാങ്ങിച്ചത് ആ എമൗണ്ടിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസറ്റ് ഒരു 8 lakh rupeesന് നമ്മളൊരു അസറ്റ് വാങ്ങിച്ചെന്ന് വെച്ചോ. 8 lakh rupees നമ്മൾ അത് ബുക്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പർച്ചേസ് അസറ്റ്സ് ഓഫ് rupees 8 lakh എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പം ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ അസറ്റിന്റെ വാല്യൂ ചിലപ്പോൾ ഒരു 9 lakh ആയെന്ന് വരാം. ഓക്കെ, അങ്ങനെ 9 lakh ആവുമ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ വാല്യൂ ഇൻക്രീസ് ആയി. ഓക്കെ, ഇനി ചിലപ്പോൾ അതിന്റെ വാല്യൂ ഒരു 7,50,000 ആയെന്ന് വെച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആയി. മനസ്സിലായി? അപ്പം ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചാൽ, അതായത് ഈ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമ്മളത് അത് എവിടെ റിഫ്ലക്ട് ചെയ്യത്തില്ല? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യത്തില്ല. ഏത് വാല്യൂ മാത്രമേ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ? ഈ 8 lakh. അതായത് ഇതാണ് അതിന്റെ ഒറിജിനൽ പ്രൈസ്. അതായത് നമ്മൾ വാങ്ങിച്ച സമയത്ത് അത് എത്ര രൂപയായിരുന്നു? അസറ്റിന് 8 lakh അല്ലായിരുന്നോ? ആ 8 lakh നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്തുവാ കോസ്റ്റ് കൺസെപ്റ്റ്? നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ പോയിന്റ് ഓഫ് പർച്ചേസ് അതിന് എത്രയാണോ എമൗണ്ട് അതാണ് നമ്മൾ എവിടെ എൻറ്റർ ചെയ്യുന്നത്? നമ്മുടെ ബുക്സിൽ എൻറ്റർ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ഡിക്രീസ് ആയാലും ഇൻക്രീസ് ആയാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആ വാല്യൂ നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പൊ 7,50,000 ആയിട്ട് കുറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ആ 8 lakh തിരുത്തിട്ട് അവിടെ 7 lakh ആക്കേണ്ട കാര്യമില്ല. കാരണം കോസ്റ്റ് കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? അതിന്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അത് തന്നെ നമ്മൾ ഓൾ ത്രൂ അക്കൗണ്ടിങ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 എഫക്ട്സ്. എന്താണ്? എല്ലാ ട്രാൻസാക്ഷനും, നമ്മൾ ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷനും എത്ര എഫക്ട്സ് ഉണ്ട്? 2 എഫക്ട്സ് ഉണ്ടായിരിക്കും. ഒന്ന് ദ റിസീവർ ആസ്പെക്ട് ആൻഡ് മറ്റേത് ഗിവിംഗ് ആസ്പെക്ട്. എന്താണ്? റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. അതുകൊണ്ടാണ് ഇതിന്റെ ഡ്യുവൽ എന്ന് വെച്ചാൽ എന്താ? 2. അപ്പം ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം എന്താ പറയുന്നത്? എല്ലാ ട്രാൻസാക്ഷനും, എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 എഫക്ട്സ്. ഏതൊക്കെയാ എഫക്ട്സ്? ഒരു റിസീവിംഗ് ആസ്പെക്ട്സും ആൻഡ് ഗിവിംഗ് ആസ്പെക്ട്സും. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ 2 ആസ്പെക്റ്റും ഒന്ന് പരിചയപ്പെടാം. ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പർച്ചേസ് മെഷീനറി ഫോർ 50,000. നമ്മൾ ഒരു 50,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചു, മിഷനറി വാങ്ങിച്ചു. ഓക്കെ ആണല്ലോ. ഇവിടെ 2 ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ഒന്ന്, നമ്മൾ മിഷനറി വാങ്ങിക്കുമ്പോഴത്തേക്ക് ചുമ്മാ കാര്യം നമുക്കൊണ്ട് മിഷനറി തരത്തില്ലല്ലോ. നമ്മൾ പൈസ 50,000 രൂപ കൊടുക്കണം അല്ലെ? അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് എന്ത് വരും? അസറ്റ് വരും. അതായത് നമുക്ക് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എത്ര രൂപ നമുക്ക് അങ്ങോട്ട് പോയി? 50,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗിവിംഗ് ആസ്പെക്ട്. എന്താണ്? ഗിവിംഗ് ആസ്പെക്ട്. കാരണം നമ്മൾ 50,000 രൂപ കൊടുക്കുവല്ലേ നമ്മൾ ചെയ്തത്. അത് കൊടുക്കുന്നത് കൊണ്ട് ആ ആസ്പെക്ടിന്റെ പേരാണ് എന്ത്? ഗിവിംഗ് ആസ്പെക്ട്. ഇനി എന്താണ് റിസീവിംഗ് ആസ്പെക്ട്? ഈ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് വന്നു? നമ്മുടെ ബിസിനസ്സിലേക്ക് അസറ്റ് വന്നു, അതായത് മെഷീനറി വന്നു. എന്ത് വന്നു? മെഷീനറി. എത്ര രൂപയുടെ മെഷീനറി വന്നു? സെയിം 50,000ന്റെ മെഷീനറി നമുക്ക് വന്നു. വരുന്നത് കൊണ്ട് ഇതിന് വിളിക്കുന്ന ആസ്പെക്ട് ആണ് റിസീവിംഗ് ആസ്പെക്ട്. ക്ലിയർ ആയോ? അപ്പൊ എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സുകൾ അല്ലെങ്കിൽ 2 എഫക്ട്സുകൾ ഉണ്ട്. ഒന്ന് ഒരു റിസീവിംഗ് ആസ്പെക്റ്റും 2 ഒരു ഗിവിംഗ് ആസ്പെക്റ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു, മെഷീനറി പർച്ചേസ്ഡ് ഫോർ 50,000. 50,000ന്റെ മെഷീനറി നമുക്ക് വന്നു. നമുക്ക് ഇങ്ങോട്ട് വരുന്നതായതുകൊണ്ട് അത് എന്താണ്? റിസീവിംഗ് ആസ്പെക്ട് ആണ്. ഇനി നമ്മുടെ എന്തുവാ പോയത്? ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങിച്ചപ്പോ ക്യാഷ് പോയി. അപ്പൊ ക്യാഷ് പോകുന്നതായിരുന്നു, നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് ക്യാഷ് ഗിവിംഗ് ആസ്പെക്ട്. അപ്പം 50,000 ഇങ്ങോട്ട് വരികയും ചെയ്തു, 50,000 നമ്മുടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പം ഈ എല്ലാ ട്രാൻസാക്ഷനും ഈ 2 എഫക്ട്സും ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാ ട്രാൻസാക്ഷനിലും ഈ 2 എഫക്ട്സ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് ഈ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് എന്ത്? ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റിയിട്ടാണ്. സോ വാട്ട് ഈസ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അതായത് നമ്മൾ അസറ്റ്സ് എന്താണെന്ന് കണ്ടു, ലൈബിലിറ്റീസ് എന്താണെന്ന് കണ്ടു, ക്യാപിറ്റൽ എന്താണെന്ന് കണ്ടു. എല്ലാ ടേംസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ടേംസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. നമ്മളെ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. അതിങ്ങനെയാണ്: അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്താണ്? അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസിന്റെ, ഏതൊരു ബിസിനസ് ആയാലും, വെദർ ഇറ്റ് ഈസ് സ്മോൾ ഓർ ലാർജ് ഓർ മീഡിയം, ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? ആ ബിസിനസിന്റെ ലൈബിലിറ്റീസും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് തുല്യമായിരിക്കും ഏത്? ആ കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലൈബിലിറ്റീസ് എന്താണ്? ബാധ്യത. നമുക്ക് ഔട്ട്സൈഡേഴ്സിനുള്ള ബാധ്യതയ്ക്കാണ്, ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിന് പറയുന്ന പേരാണ് ലൈബിലിറ്റീസ്. ക്യാപിറ്റൽ എന്താണ്? ദ എമൗണ്ട് വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൊപ്പറൈറ്റർ ഓർ ദ ഓണർ. ഇതാണ് ക്യാപിറ്റൽ. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കമ്പനിയുടെ ടോട്ടൽ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ടോട്ടൽ അസറ്റ്സ് നമുക്ക് കിട്ടും. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ്? അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് മെയിൻ ഇക്വേഷൻ. പക്ഷെ ഈ മെയിൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി വാല്യൂസും ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ലൈബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. ലൈബിലിറ്റീസ് ഈക്വൽസ് അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. എന്താണ്? ലൈബിലിറ്റീസ് ഈക്വൽസ് അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഈക്വൽസ് അസറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ്. ഇങ്ങനെ 3 രീതിയിലും നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡിറൈവ് ചെയ്യാവുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള എന്താണ്? അസറ്റ്സ് ഈക്വൽസ് ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഫ്രം ദാറ്റ് ഇക്വേഷൻ വി ക്യാൻ ഓൾസോ ഡിറൈവ് ദി അതർ ടേംസ്. That is liabilities equals assets minus capital. Capital equals assets minus liabilities.
ഓക്കെയാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടെ ഇതിനെ ബേസ് ചെയ്തിട്ട് നോക്കാം. നോക്കിക്കേ, നമ്മൾ അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കിക്കേ, മെഷീനറി we have given a set of details. Machinery 20,000, cash 5,000, capital 20,000, creditors 5,000. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? മെഷീനറി 20,000, ക്യാഷ് 5,000, ക്യാപിറ്റൽ 20,000 ആൻഡ് ക്രെഡിറ്റേഴ്സ് 5,000. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് അസറ്റ്സ്, ഏതൊക്കെയാണ് ലയബിലിറ്റി, ഏതൊക്കെയാണ് ക്യാപിറ്റൽ, ഇത് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ആദ്യത്തെ ആയിട്ട് നോക്കാം, മെഷീനറി. മെഷീനറി എന്താണ്? എന്തുവാ മെഷീനറി? നമ്മുടെ ബിസിനസ്സിൽ ആവശ്യം അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മെഷീനറി എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? നമ്മുടെ അസറ്റ് ആണ്. മെഷീനറി ഈസ് ആൻ അസറ്റ് ടു ദ ബിസിനസ്. രണ്ടാമത്തത് ക്യാഷ്. ക്യാഷ് എന്താണ്? ക്യാഷ് നമ്മുടെ അസറ്റ് ആണ് അല്ലേ? സോ ക്യാഷ് ഈസ് ആൻ അസറ്റ് ടു ദ ബിസിനസ്. ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ വേറെ സബ് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, ക്യാപിറ്റൽ എന്ന് തന്നെ എടുക്കാം. ദെൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ് ആണ്. അതെന്താണ്? നമ്മുടെ ലയബിലിറ്റി. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്, ഏതൊക്കെയാണ് അസറ്റ്സ്, ഏതൊക്കെയാണ് ലയബിലിറ്റി, ഏതൊക്കെയാണ് ക്യാപിറ്റൽ, ഇത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ല ധാരണ നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഒന്നുകൂടെ നമുക്ക് ആ ഇക്വേഷൻ ഞാനൊന്ന് എടുത്ത് എഴുതുകയാണ്. അതായത് അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ. ഇനി നമ്മുടെ ടോട്ടൽ അസറ്റ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമുക്ക് അസറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് മെഷീനറി ഒരു 20,000ഉം അതുപോലെ ക്യാഷ് ഒരു 5,000. അതായത് മെഷീനറി പ്ലസ് ക്യാഷ്, ഇത് രണ്ടുമാണ് നമുക്ക് അസറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈക്വൽസ് ലയബിലിറ്റീസിന് എന്തുണ്ട്? നമുക്ക് ഒരു ക്രെഡിറ്റർ കിടപ്പുണ്ട് അല്ലേ? ക്രെഡിറ്റർ നമ്മുടെ ലയബിലിറ്റി ആണ്. സോ ക്രെഡിറ്റർ പ്ലസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ തന്നെ. ഓക്കെ ആണോ? ഇത്ര എഴുതാൻ. ഓക്കെ. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കി അതായത് നമ്മൾ എഴുതിയ ആ ടേംസിന്റെ വാല്യൂ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? 20,000 പ്ലസ് ക്യാഷിന്റെ വാല്യൂ എത്രയാണ്? 5,000 ഈക്വൽസ്. കാരണം അസറ്റ്സ് ഇത്രയായേ, അസറ്റ്സ് കഴിഞ്ഞാൽ ഈക്വൽസ് കൊടുക്കുക. then എന്താണ്? ലയബിലിറ്റീസ്. ലയബിലിറ്റി ആയിട്ട് എന്താ ഉള്ളത്? ക്രെഡിറ്റർ ഉണ്ട് വിച്ച് ഈസ് 5,000 പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്? ക്യാപിറ്റൽ 20,000. ഇത്രയെല്ലാം നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ എന്താ, രണ്ട് സൈഡുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മളൊന്ന് ആഡ് ചെയ്തെടുത്താൽ മതി. 20,000 പ്ലസ് 5,000 എത്രയാണ്? 25,000. ഇവിടെ അതുപോലെ നമുക്ക് വന്നില്ലേ, ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5,000 പ്ലസ് 20,000 25,000. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്തുവായിരുന്നു നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് അസറ്റ്സ് ഏതൊക്കെയാണ്? രണ്ട് അസറ്റ്സ് വരുന്നുണ്ട്, മെഷീനറിയും ക്യാഷും. ലയബിലിറ്റി ഒന്നേ ഉള്ളൂ, ക്യാപിറ്റലും ഒന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ലയബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സെയിം പോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. വി ഹാവ് ഗിവൺ ക്യാഷ് 1,800, സ്റ്റോക്ക് 3,000, ഡെറ്റേഴ്സ് 2,000, ഫർണിച്ചർ 1,200, ക്രെഡിറ്റേഴ്സ് 2,500 ആൻഡ് വേജസ് പേയബിൾ 500.
ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ ആദ്യം എന്തുവാ ചെയ്യണ്ടേ, ഏതൊക്കെയാണ് അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്യാഷ് എന്താണ്? നമ്മുടെ അസറ്റ് ആണ്. സ്റ്റോക്ക് എന്താ? ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന, വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ an asset to the firm. ഡെറ്റേഴ്സ്. ഹു ആർ ഡെറ്റേഴ്സ്? നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ നമുക്ക് തരും അല്ലെ, അവർ തരാനുള്ളതാണ്, നമുക്കിത് കിട്ടാനുള്ളതാണ് അല്ലെ. കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും കിട്ടാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? നമ്മുടെ ഡെറ്റേഴ്സും നമ്മുടെ അസറ്റ് തന്നെയാണ്. അടുത്തത് ഫർണിച്ചർ. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വാങ്ങിച്ചിട്ടേക്കുന്ന ഫർണിച്ചർ നമ്മുടെ അസറ്റ് ആണ്. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ്. കഴിഞ്ഞ പ്രോബ്ലത്തിലും ക്രെഡിറ്റർ വന്നതാണ്. എന്തുവാ ക്രെഡിറ്റർ? ലയബിലിറ്റി. ദെൻ വേജസ് പേയബിൾ. വേജസ് എന്താണ്? നമ്മൾ സാലറി പോലെ കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ് വേജസ് എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? നമ്മുടെ ലയബിലിറ്റി ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇതിനകത്ത് ക്യാപിറ്റൽ തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, ഇതിനകത്ത് ക്യാപിറ്റൽ ഒന്നുമില്ല. പക്ഷെ നോ പ്രോബ്ലം, നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഒന്നുകൂടെ ഞാൻ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ ആണോ? ഇക്വേഷൻ എഴുതുമ്പോൾ അത് ഫുൾ അങ്ങ് എഴുതിക്കോ. ക്യാപിറ്റലിന്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും കൂടി ഇക്വേഷൻ അങ്ങ് ഫുൾ എഴുതിക്കോ, കുഴപ്പമില്ല. ഇനി അസറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കിക്കേ. അസറ്റ്സ് ഏതൊക്കെയാ? അസറ്റ്സ് ഇത് 4 എണ്ണമാണ് അസറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലെ. അതായത് ക്യാഷ് പ്ലസ്, പറഞ്ഞേ, സ്റ്റോക്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് ഫർണിച്ചർ. ഡെറ്റേഴ്സ് പ്ലസ് ഫർണിച്ചർ ഈക്വൽസ്, നമുക്ക് 2 ലയബിലിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സും വേജസ് പേയബിളും അല്ലെ. ഈക്വൽ ടു, ഞാനൊന്ന് താഴേക്ക് എഴുതുകയാണ്, ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് വേജസ് പേയബിൾ. ഓക്കെ, വാല്യൂസ് ഒക്കെ നമ്മൾ ടേംസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം അതിന്റെ വാല്യൂസ്. ക്യാഷ് എത്രയാണ്? 1800. സ്റ്റോക്ക് എത്രയാണ്? 3000. ഡെറ്റേഴ്സ് എത്രയാണ്? 2000. ഫർണിച്ചർ 1200. ഈക്വൽസ് എന്തൊക്കെയാ? ക്രെഡിറ്റേഴ്സ് എത്രയാ? ക്രെഡിറ്റേഴ്സ് 2500. വേജസ് പേയബിൾ 5000. നെക്സ്റ്റ് കൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ കോർ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ്. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ കോർ മാറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബിസിനസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കേണ്ടത് അതൊരു ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകും എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അസംഷന്റെ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് അസറ്റ്സ് വേണ്ടി വന്നേക്കാം. ലാൻഡ് വേണ്ടി വരാം, ബിൽഡിംഗ് വേണ്ടി വരാം, ഫർണിച്ചർ വേണ്ടി വരാം. അപ്പൊ കുറച്ച് നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 6 മാസത്തെ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഈ 6 മാസത്തേക്കിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു അസറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് വർഷങ്ങളാണ് അല്ലെ. നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് എന്താ, അതൊരു വർത്താണ്, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഒരു 6 മാസത്തേക്ക് ഇതിനു വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു അസറ്റ് വാങ്ങിച്ചിടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നഷ്ടമാണ്. ശരിയല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ പലയിടത്തും നിന്ന് പൈസ കടം വാങ്ങിക്കും. അങ്ങനെ ഈ കടം വാങ്ങിക്കുന്നവരെടുത്തും നമ്മൾ ഇത് എപ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നത്? ബിസിനസ് ചെയ്ത് ലാഭം കിട്ടിക്കഴിയുമ്പോഴല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിശ്വസിച്ച് നമുക്ക് പൈസ തരുന്നത്? ലോസ് ആയി പോയാൽ എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് അസംഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് നമ്മൾ ലോങ് പീരീഡിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും.
അല്ലെങ്കിൽ ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് നമ്മളിത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ റെന്റ്, അതുപോലെ തന്നെ എന്തോ സാലറി, ഇതൊക്കെ പറഞ്ഞാൽ അത് ഒരു മാസം നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു മാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളിന് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ അസറ്റുകളൊക്കെ എന്ന് വെച്ചാൽ അസറ്റിന്റെ ഒക്കെ ബെനിഫിറ്റ്സ് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എടുക്കാൻ കഴിയും, ശരിയല്ലേ? അപ്പൊ നമ്മളൊരു പെട്ടെന്ന് ഒരു ബിസിനസ് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്താ നമുക്ക് നഷ്ടം വരത്തില്ലേ? അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഏത് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തോ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, നമ്മുടെ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ള ഒരു അസംഷനിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറെ തിരിച്ചു ചിന്തിച്ചേ, നമ്മൾ കുറച്ചു നാളത്തേക്ക് മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ടായിരിക്കോ, ലാൻഡോ ബിൽഡിങ്ങോ ഫർണിച്ചറോ എന്തെങ്കിലും ഉണ്ടായിരിക്കോ? നമുക്കില്ല. കാരണം നമ്മൾ ഉടനെ തന്നെ ബിസിനസ് നിർത്താൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ അസറ്റ്സുകൾ ഒന്നും വരുന്നില്ല. അസറ്റ്സ് ഒക്കെ ഇല്ലാതെ എന്ത് ബിസിനസ് എന്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്? അപ്പൊ അങ്ങനെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഏത് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്തോ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടന്നുകൊണ്ട് പോകും എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ആക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആക്കുന്നത് നമ്മൾ പീരിയോഡിക്കലി നമ്മൾ ചെയ്തിരിക്കണം. അതായത് യൂഷ്വലി നമ്മൾ ഒരു വർഷത്തെ കണക്കുകളാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ആക്കുന്നത് 12 months. അതായത് യൂഷ്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April to 31st March വരെയാണ്. എങ്ങനെയാണ്? 1st April to 31st March. അങ്ങനെ ഒരു 12 months കാലയളവിലാണ് നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഫൈനലി ബാലൻസ് ഷീറ്റ്. അതായത് ഒരു വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് വെച്ച, റെക്കോർഡ് ചെയ്ത് വെച്ച എല്ലാ ഡീറ്റെയിൽസും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും, അത് സ്റ്റേറ്റ്മെന്റ്സ് ആക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ്സ് ആക്കുന്നതിനകത്ത് എത്ര മാസത്തെ കണക്കുകൾ ഉണ്ടായിരിക്കും, 12 മാസം, അതായത് 1 ഇയറിലെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത്. ആ 1 ഇയർ അക്കൗണ്ടിങ് ഇയറിലെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് നമ്മൾ പീരിയോഡിക്, അതായത് ഇയർലി നമ്മളത് പ്രിപ്പയർ ചെയ്യണം. ഇയർലി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യാം, ഹാഫ് ഇയർലി പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, ബിസിനസ്മാന്റെ ചോയ്സ് ആണ് എപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 12 months സ്റ്റാർട്ടിംഗ് ഫ്രം 1st April to 31st March വരെയാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെയുള്ള കണക്കുകളാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നമ്മൾ അവരുടെ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ് കുറച്ചുകൂടെ റിലയബിൾ ആവത്തുള്ളൂ, കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് തരത്തുള്ളൂ. ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്തോ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, എത്ര നാൾ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന പീരീഡ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. യൂഷ്വലി അത് 1st April to 31st March വരെയുള്ള ഒരു 12 months പീരീഡിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ആ പേര് പറയുന്ന പോലെ തന്നെ കൺഫോമിറ്റി ഫ്രം പീരീഡ് ടു പീരീഡ് വിത്ത് അൺചേഞ്ചിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പോളിസിയും പ്രൊസീജിയറും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിസിനസ്സുകാരന്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഇപ്പൊ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന ആ പോളിസീസ് ആയിരിക്കണം അറ്റ് ദി എൻഡ് വരെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പോളിസീസ് ഒന്നും പ്രൊസീജിയേഴ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഈ വർഷം ഈ മെത്തേഡ്, അടുത്ത വർഷം വേറൊരു മെത്തേഡ്, അങ്ങനെ പല പല രീതികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ റിസൾട്ട്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.
മനസ്സിലായി? അപ്പം ആദ്യമേ നമ്മൾ തീരുമാനിക്കും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്. അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ 6 മാസം ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അടുത്ത 6 മാസം വേറൊരു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഒരിക്കലും റിലയബിലിറ്റി തോന്നത്തില്ല, അല്ല കൺഫ്യൂഷനും ആയിരിക്കും. അപ്പൊ അതേസമയം ഒരേ മെത്തേഡിലാണ് നമ്മൾ എല്ലാ വർഷവും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ റിസൾട്ട്സ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 2021 2022 കൊടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. കമ്പയർ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രോഫിറ്റ് ഈ വർഷത്തെ അപേക്ഷിച്ച് എത്രയാണ് കൂടുതൽ, അത് നമുക്ക് ലോസ് ആണോ, എത്ര ശതമാനം നമുക്ക് കൂടുതലാണ്, എവിടെയൊക്കെ നമുക്ക് ഡ്രോബാക്ക് നമുക്ക് എവിടെയൊക്കെയാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് എപ്പോഴാണ്, നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകും. അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നടക്കണമെങ്കിൽ പോളിസീസും പ്രൊസീജിയർ ഒക്കെ സെയിം ആയിരിക്കണം. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ പേര് പോലെ തന്നെ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഓൾ റിലവന്റ് ഇൻഫർമേഷൻ. നമ്മൾ നമ്മുടെ ബുക്സിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാ റിലവന്റ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൽ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. എല്ലാ മാറ്റേഴ്സും വളരെ റിലവന്റ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സ്, ഫിനാൻസിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സും നമ്മൾ എവിടെ കാണിച്ചിരിക്കണം, നമ്മുടെ ബുക്സിൽ നമ്മൾ കാണിച്ചിരിക്കണം. നമ്മൾ ഒരു കള്ളത്തരവും കാണിക്കാൻ പാടില്ല. അതായത് എമൗണ്ടുകളൊന്നും ട്രാൻസാക്ഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് മനഃപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. എല്ലാ മെറ്റീരിയൽ ഫാക്ടേഴ്സും റിലേറ്റിംഗ് ടു ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ എന്തിനാ അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നോക്കാം, എംപ്ലോയീസ് നോക്കാം, ഗവൺമെന്റ് അതോറിറ്റീസ്, ടാക്സ് അതോറിറ്റീസ്, ഇവരെല്ലാം നമ്മുടെ ബുക്സ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു മീനിങ് ഫുൾ ആകണമെങ്കിൽ, അവർക്ക് അതൊക്കെ റിലയബിൾ ആവണമെങ്കിൽ നമ്മൾ എല്ലാ മെറ്റീരിയൽ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഏത് രീതിയിലാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ടേംസ് പഠിച്ചപ്പോൾ നമ്മൾ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചായിരുന്നു അല്ലെ. വൗച്ചേഴ്സ് എന്തിനാ, എല്ലാ ട്രാൻസാക്ഷന്റെയും തെളിവായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സബ് ഡോക്യുമെന്റ് ആണ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യിക്കണം, ഒരു വൗച്ചറോട് കൂടി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോട് കൂടി വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കുന്ന ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഓഡിറ്റർ ആണ് നമ്മുടെ ബുക്സ് എടുത്ത് നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും, ഓ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു കമ്പനി പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഇവർ കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ല എന്ന് ആ ഒരു ഓഡിറ്റർക്കൊക്കെ ബോധ്യമാകണമെങ്കിൽ, അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റിക്കൊക്കെ ബോധ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എല്ലാ ഇൻഫർമേഷൻസും കള്ളത്തരം ഒന്നും കാണിക്കാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. അപ്പൊ എന്തോ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, എല്ലാ മെറ്റീരിയൽ ഫാക്ടേഴ്സും, അതായത് മെറ്റീരിയൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഏത് കൺസെപ്റ്റിൽ പറയുന്നത്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നു. ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റുകളുടെ ഏറ്റവും ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ എന്താ, ഇതിപ്പം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റുമായിട്ട് ഏകദേശം റിലേറ്റഡ് ആണ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, അപ്പൊ ഫുൾ ഡിസ്ക്ലോഷറിൽ എന്താ പറയുന്നത്, എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ട്സിനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കാണിച്ചിരിക്കണം. അതൊന്നും മറയ്ക്കാൻ പാടില്ല, അതായത് ഒന്നും ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത് ഓൺലി മെറ്റീരിയൽ ഫാക്ടേഴ്സ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമായിരിക്കണം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഓൺലി മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. വളരെ വൈറ്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്, മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് വിച്ച് ഹാവ് ആൻ ഇമ്പാക്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി കമ്പനി. അതായത് നമ്മളൊരു തീരുമാനം എടുക്കുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മുടെ ഈ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ ആണ്. അതില്ലാതെ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുമോ, ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യണം, അതൊരു ജെന്യുവൻ ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൽ അഫക്ട് ചെയ്യുന്ന ഒരു വൈറ്റൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം. അതേസമയം നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസിൽ നമ്മൾ
എന്താ ഒരു ദിവസത്തെ ഊണ് നമ്മൾ അറേഞ്ച് ചെയ്തു, അതിന് ഇത്ര രൂപയായി എന്ന് പറയുന്നത് അതെന്തല്ല അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് കയറ്റി നമ്മുടെ എവിടെ എഴുതേണ്ട കാര്യമില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ അത് കാണിക്കേണ്ട കാര്യമില്ല. അത് കാണിക്കേണ്ടത് എവിടെയാ? പെറ്റി ക്യാഷ് ബുക്കിലാണ്. അപ്പം വളരെ വൈറ്റൽ ആയിട്ടുള്ള, അതായത് വളരെ ഇമ്പോർട്ടന്റ് ടേംസിനും ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സുകൾ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലി മെറ്റീരിയൽ ഫാക്ടേഴ്സ്. മെറ്റീരിയൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേണം നമ്മൾ കാണിക്കാനായിട്ട്. അപ്പൊ അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൺലി മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്നത്. ഇത്രയും കൺസെപ്റ്റുകൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിന്റെ അക്കൗണ്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.